തന്നോട് കൊമ്പ് കോർക്കാൻ വന്ന റൌഫിനെ ബൗണ്ടറി കടത്തി പന്തെടുത്തു വാടാ എന്ന് പറയുന്നതായിരുന്നു അയാളുടെ മെച്യൂരിറ്റി. ജോഫ്ര ആർച്ചർ ആയാലും റൌഫ് ആയാലും ഇംഗ്ലണ്ട് ആയാലും ദുബായ് ആയാലും തനിക്ക് എല്ലാം ഒന്ന് തന്നെയാണെന്ന് അയാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. ടൂർണമെന്റിൽ ഇതുവരെ തിളങ്ങാൻ പറ്റാതിരുന്ന ഗില്ലും തിളങ്ങിയതോടെ നാലാമനായി എത്തിയ തിലകും ആളിക്കത്തിയതോടെ ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് കുതിച്ചു. മത്സരത്തിനിടെ സാഹിബ് സദാ ഫർഹാൻ നടത്തിയ ഗൺ സെലിബ്രേഷനും ഹാരിസ് റൌഫിന്റെ വിവാദ ആംഗ്യവും അതിനിടയിൽ അപ്രസക്തമായി. കഴിഞ്ഞ മത്സരത്തിൽ 50 നേടി താരമായ സഞ്ജുവിന് ബാറ്റിംഗിൽ കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഫീൽഡിംഗിൽ നിർണായക റോൾ വഹിക്കാൻ കഴിഞ്ഞു. ആകെ തുകയിൽ ഇന്നത്തെ പാകിസ്ഥാൻ ടീം ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. T20യിൽ പരസ്പരം ഏറ്റുമുട്ടിയ 16ാം മത്സരത്തിൽ 12ാമതും ഇന്ത്യ ജയിച്ചു. ഇനി ഫൈനലിൽ യോഗമുണ്ടെങ്കിൽ വീണ്ടും കാണാം.